വലിയൊരു കുറ്റകൃത്യത്തിന്റെ ഉള്ളറകളിലേക്ക് പോകുന്നതിന് മുൻപ് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഫിലോസഫി പറയാം. ജീൻ പോൾ സാർത്ര പറയുന്ന എക്സിസ്റ്റൻസ് പ്രിസീഡ്സ് എസെൻസ് എന്താണ്? മനുഷ്യൻ ആദ്യം ഈ ലോകത്ത് ജനിക്കുന്നു. അതിനുശേഷം അവൻ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ അവൻ തൻ്റെ ജീവിതത്തിന് ഒരർത്ഥം നൽകുന്നു. അതായത് ജീവൻ നിലനിർത്തേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മുടെ പ്രവൃത്തിയിലൂടെ. ആരും അറിയാതെ പോകുമായിരുന്ന നടുക്കുന്ന അരുംകൊല. ആ കുറ്റകൃത്യത്തിന്റെ ഓരോ നിമിഷവും ശ്വാസമടക്കിപ്പിടിച്ച് മാത്രം കേട്ടിരിക്കാൻ കഴിയുന്ന ടൈം ലൈൻ. ജീവിതത്തിന്റെ താളപ്പിഴകൾ എങ്ങനെയാണ് മനുഷ്യനെ മരണക്കിണിയിലേക്ക് നയിക്കുന്നതെന്ന് ഓരോ സെക്കൻഡിലും വ്യക്തമാക്കുന്ന സംഭവം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു മാൻ മിസ്സിംഗ് വാർത്ത. ഒരു സ്ത്രീയെ കാണാതായിരിക്കുന്നു. അതൊരു സാധാരണ പരാതിയായി മാത്രമേ ആദ്യം കരുതിയുള്ളൂ. പക്ഷേ ആദ്യ ദിവസങ്ങളിലെ അന്വേഷണത്തിൽ തന്നെ കേരളം നടുങ്ങിയ കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെയാണ് പിന്നീട് ചുരുൾ നിവർന്നത്. കാണാതായ സൈനബയിൽ നിന്ന് ആരംഭിക്കുന്ന നടുക്കുന്ന അന്വേഷണം. കസബ പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് അലി സ്റ്റേഷനിലെത്തിയത് ഒരു പരാതി നൽകാനാണ്. മുഹമ്മദ് അലിയുടെ ഭാര്യയെ കാണാനില്ല. മുഹമ്മദ് അലി കോഴിക്കോടുള്ള ഒരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. നേരത്തെ ജെയിംസ് എന്നായിരുന്നു പേര്. ഇസ്ലാം മതം സ്വീകരിച്ച ശേഷമാണ് മുഹമ്മദ് അലി എന്ന പേരു മാറ്റിയത്. താൻ ജോലി കഴിഞ്ഞു വന്നപ്പോഴാണ് തന്റെ ഭാര്യ സൈനബയെ കാണാതായതെന്ന് വ്യക്തമാക്കിയാണ് പരാതി. 2023 നവംബർ 7 കുറ്റിക്കാട്ടൂർ. അന്ന് ആദ്യം വീട്ടിൽ നിന്നും ഇറങ്ങിയത് മുഹമ്മദ് അലിയാണ്. ജോലി സ്ഥലത്തേക്ക് പോയ ഭർത്താവിന് പിന്നാലെ ഉച്ചയോടെ സൈനബ വീട്ടിൽ നിന്നും ഇറങ്ങി. 1.5 വർഷമായി ഇവരിവിടെ താമസം തുടങ്ങിയിട്ട്. പിന്നെ രണ്ടാളും ജോലിക്ക് പോണവരാണ്. കൈ പോയതിൻ്റെ ബാക്കിൽ തന്നെയാണ് താത്തി പോയത്. പിന്നെ പിറ്റേന്ന് കൈ വന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ താത്ത നാട്ടിൽ പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷേ സൈനബ പോയത് എങ്ങോട്ടെന്ന് ആർക്കും അറിയില്ല. സെക്യൂരിറ്റി ജീവനക്കാരനായ മുഹമ്മദ് അലിക്ക് അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ മുഹമ്മദ് അലി ഭാര്യയെ അന്വേഷിക്കുമ്പോഴാണ് ആ സത്യം തിരിച്ചറിയുന്നത്. സൈനബയെ കാണാനില്ല. തന്നെ അറിയിക്കാതെ തന്റെ ഭാര്യയെ ഇങ്ങനെ കാണാതായതിൽ അസ്വാഭാവികതയുണ്ട്. പരാതി നൽകിയതും അതുകൊണ്ടാണ്. പരാതി സ്വീകരിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സൈനബയുടെ മൊബൈൽ ഫോണായിരുന്നു ആദ്യ മാർഗം. ആദ്യ സൂചന ലഭിക്കാനുള്ള എളുപ്പവഴി. ടവർ ലൊക്കേഷനിൽ നിന്നുള്ള ലീഡ് കോഴിക്കോട് മുഫസ്സിൽ ബസ് സ്റ്റാൻഡ്. വീട്ടിൽ നിന്നിറങ്ങിയ സൈനബ എത്തിയത് മുഫസ്സിൽ ബസ് സ്റ്റാൻഡിലാണ്. കുറ്റിക്കാട്ടൂരിൽ നിന്നിറങ്ങിയ സൈനബ നേരെ എത്തിയത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ്. അവിടെ നിൽക്കുമ്പോഴാണ് സൈനബയ്ക്ക് ആ കോൾ എത്തുന്നത്. ആ വിളിയെ തുടർന്നാണ് സൈനബ അവിടെ നിന്നും പോയത്. വിളിച്ചയാൾക്കൊപ്പം പോയിരിക്കുന്നു. അല്ലെങ്കിൽ അയാൾക്കറിയാം എന്തായിരിക്കും സൈനബയ്ക്ക് സംഭവിച്ചതെന്ന്. CDR രേഖകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ പോലീസ് ഒരിക്കൽ കൂടി പരിശോധിച്ചു. സൈനബയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സ്ഥലം മലപ്പുറം ഭാഗമാണ്. കോൾ വിവരങ്ങളും സൈനബയുടെ മൊബൈൽ അവസാനം പ്രവർത്തിച്ച സ്ഥലവും തമ്മിൽ ചില കണക്ഷനുകളുണ്ട്. പോലീസ് ആ വ്യക്തിയിലേക്ക് തന്നെ എത്തിച്ചേർന്നു. മലപ്പുറത്തുണ്ടയാൾ. 2023 നവംബർ 12 മലപ്പുറം. രാത്രിയോടെ മലപ്പുറം താനൂരിൽ നിന്ന് പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തു. സൈനബയുടെ ഫോണിൽ നിരന്തരം സംസാരിച്ച, ഏറ്റവും ഒടുവിൽ സംസാരിച്ചയാൾ സമദ്.
താനൂർ കുന്നുംപുറം സ്വദേശിയാണ് സമ്മത്. കോഴിക്കോടുള്ള സൈനബയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതും ഏതാണ്ട് ഈ ഭാഗത്ത് വെച്ച് തന്നെ. സമ്മതിനറിയാം സൈനബ എവിടെയെന്ന്. സൈനബ എവിടെയെങ്കിലും ഉണ്ടോ, അതോ അവർക്കെന്തെങ്കിലും സംഭവിച്ചോ? സമദ് സൈനബയുടെ ഏറെക്കാലമായുള്ള പരിചയക്കാരനാണ്. പരിചയമുള്ള ആരോ ആണ് തന്റെ ഭാര്യയുടെ തിരോധാനത്തിന് പിന്നിലെന്ന ആരോപണം സൈനബയുടെ ഭർത്താവ് ഉന്നയിച്ചിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ സമദ് ആ കഥകളുടെ ടൈം ലൈൻ വ്യക്തമാക്കി. നവംബർ 12 കസബ പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട്. സമയം രാത്രി 10 മണി. കോഴിക്കോടുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പിന്നെ സമയം വൈകാതെ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. സമദ് ആദ്യമൊക്കെ പല കള്ളങ്ങളും പറഞ്ഞു. സൈനബയെ വിളിച്ച കോളുകൾ, സിം കാർഡിന്റെ ടവറുകൾ താണ്ടിയുള്ള യാത്രാവഴികൾ, സമദിന്റെ സ്വദേശത്തിനടുത്ത് വച്ചുള്ള സൈനബയുടെ സ്വിച്ച് ഓഫ്, പോലീസ് മുന്നിലേക്ക് നിരത്തിയ ഡിജിറ്റൽ തെളിവുകളും സൂചനകളും സാധ്യതകളും നിഷേധിക്കാൻ പിന്നെ സമദിന് കഴിഞ്ഞില്ല. സമദ്, വയസ്സ് 52, പള്ളിവീട് ഹൗസ്, കുന്നുംപുറം, താനൂർ, മലപ്പുറം. സൈനബയെ തനിക്ക് ഒരു പതിറ്റാണ്ടിലധികമായി അറിയാം, സമദ് പറഞ്ഞു തുടങ്ങി. പണമുണ്ടാക്കാനുള്ള പല മാർഗങ്ങളും പയറ്റുന്നയാളാണ് സമദ്. നീണ്ട 10 വർഷത്തിനിടെ ആ വളഞ്ഞ വഴികളിൽ അയാൾ സൈനബയെ ഒപ്പം ചേർത്തിരുന്നു. സമ്പാദിക്കുന്ന പണത്തിലേറെയും സൈനബ സ്വർണ്ണാഭരണങ്ങളായി മാറ്റിയിരുന്നു. അതൊക്കെ ധരിച്ചു നടക്കാനും ഇഷ്ടമായിരുന്നു. അന്ന് അയാൾ സൈനബയെ വിളിച്ചു വരുത്തിയത് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗം മുന്നിൽ കണ്ടു തന്നെയായിരുന്നു. ആ മാർഗത്തിൽ സൈനബയുടെ റോൾ എന്താണെന്ന് മാത്രം അയാൾ അവരോട് പറഞ്ഞില്ല. സമദ് നൽകിയ മൊഴി, അയാളുടെ കഥ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12/11/2023 രാത്രി 10 മണി മുതൽ സമദ് പോലീസിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. സമദിന്റെ ഭാഷയിൽ സമദിന്റെ കഥ. 2023 നവംബർ 7 കുറ്റിക്കാട്ടൂർ, രാവിലെ 10 മണി. സമദിന്റെ കോളാണ് അത്. സൈനബ എടുത്തപ്പോൾ തന്നെ അയാൾ കാര്യം പറഞ്ഞു. 10,000 രൂപ കിട്ടുന്ന ഒരു ജോലിയുണ്ട്, 1 മണിക്കൂർ, മലപ്പുറം താനൂർ വരെ പോകണം. സുഖമില്ലാതെ കിടക്കുന്ന ഒരാളുണ്ട്, അവിടെ അയാളെ സന്ദർശിച്ച് അവിടെ 1 മണിക്കൂർ അയാൾക്കൊപ്പം ചെലവഴിക്കണം. ശേഷം മടങ്ങി വരാം. താനൂർ ടൗണിൽ പരിചയക്കാരുണ്ട്, അതിനാൽ വരാൻ കഴിയില്ല, സൈനബ അറിയിച്ചു. താനൂരല്ല, പരപ്പനങ്ങാടിക്കടുത്ത് മുക്കോല എന്ന സ്ഥലത്താണെന്ന് സമദ് മാറ്റിപ്പറഞ്ഞു. സൈനബ അപ്പോൾ സമ്മതിച്ചു. ഉടനെ ഇറങ്ങാൻ നിർദ്ദേശം നൽകി സമദ്. ഈ സമയം സമദ് തന്റെ സുഹൃത്തായ സുലൈമാനുമായി ഒരു കാർ എടുത്ത് തയ്യാറായിരുന്നു. കാറുമായി അവർ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയിരുന്നു. അവർ വാടകയ്ക്കെടുത്തത് സുദർശൻ എന്ന താനൂർ സ്വദേശിയുടെ കറുത്ത ഓൾട്ടോ കാറാണ്. ഓവർബ്രിഡ്ജിന് സമീപം പുതിയ ബസ് സ്റ്റാൻഡ്, കോഴിക്കോട്. സമയം ഉച്ചയ്ക്ക് 1:30. അവിടെ നിന്നാണ് സൈനബയെ അവർ കാറിൽ കയറ്റിയത്. സുലൈമാനായിരുന്നു കാർ ഓടിച്ചിരുന്നത്. പിൻസീറ്റിൽ സമദിനൊപ്പം സൈനബ ഇരുന്നു. കാർ നേരെ പോയത് കുന്നുംപുറത്തെ സമദിന്റെ വീട് ലക്ഷ്യമാക്കിയായിരുന്നു. വീടിനടുത്തെത്തിയ സമദ് ഞെട്ടി. തന്റെ ചില ഉദ്ദേശങ്ങൾ നടക്കാതെ പോകുമോ? അയാൾ ആശങ്കപ്പെട്ടു. സമദ് ആ കാർ നേരെ സ്വന്തം വീട്ടിലേക്ക് വിട്ടതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ മനസ്സിൽ രൂപപ്പെട്ട ഒരു കുടില പദ്ധതിയുടെ ആദ്യ ചുവട്, അയാളിലെ കൊലയാളി ഉണരുന്ന ഘട്ടം. പക്ഷേ ആ പദ്ധതിയിൽ സൈനബയുടെ പങ്ക് എന്താണ്? സമദിന്റെ ഭാര്യയും മക്കളും വീട്ടിലില്ല എന്ന് കരുതിയിരുന്നു. ഒരു മകളെയും കൊണ്ട് ഭാര്യ ആശുപത്രിയിൽ പോയിരിക്കുന്നു. ഇളയ മകൾ സ്കൂളിലും. വീട്ടിൽ ആരുമില്ലാത്ത സമയം. സൈനബയുമായി ഒരല്പനേരം അവിടെ ചിലവഴിക്കണം.
ശേഷം പദ്ധതി അനുസരിച്ചുള്ള യാത്ര തുടരണം. പക്ഷേ വീടിനു മുന്നിലെത്തിയ സമദ് നോക്കുമ്പോൾ വീട് വാതിൽ തുറന്നു കിടക്കുന്നു. അയാൾ ആകെ പരുങ്ങി. കാറ് മുന്നോട്ട് നീക്കി നിർത്താൻ സുലൈമാനോട് പറഞ്ഞു. സൈനബയോട് കാറിൽ തന്നെ ഇരിക്കാനും നിർദ്ദേശിച്ചു. സമദ് കാറിൽ നിന്നും ഇറങ്ങി. ഇതേസമയം കാറിലിരിക്കുന്ന സൈനബയ്ക്ക് അറിയുന്നത് ഒന്നു മാത്രമാണ്: രോഗാവസ്ഥയിലുള്ള ആളെ സന്ദർശിക്കാനാണ് ഈ യാത്ര. 1 മണിക്കൂർ അവിടെ ചെലവിടണം. 10,000 രൂപ കിട്ടും. സമദിന്റെ വീട്ടിൽ ഇടയ്ക്കൊന്നിറങ്ങും. ഡോക്ടറെ കാണാൻ പോയ ഭാര്യയും മകളും അതിവേഗം മടങ്ങിയെത്തിയിരിക്കുന്നു. വീട്ടിലേക്ക് കയറിയ സമദ് വീട്ടിൽ അധികമൊന്നും മിണ്ടാതെ മൊബൈൽ ഫോൺ അവിടെ വെച്ച വീണ്ടും പുറത്തിറങ്ങി. സൈനബയുമായുള്ള വിശ്രമം നടക്കില്ല. അയാൾ വീണ്ടും കാറിൽ കയറി. കാറിൽ കയറിയ സമദ് സൈനബയോട് പറഞ്ഞത് മുക്കോല പരിപാടി ക്യാൻസൽ ചെയ്തു എന്നതായിരുന്നു. അവിടെ ആരൊക്കെയോ ഉണ്ട്. കിടപ്പുകാരനെ സന്ദർശിക്കാൻ ആരൊക്കെയോ വന്നു. നമുക്ക് കോഴിക്കോട്ടേക്ക് മടങ്ങാം. ഇത് കേട്ടപ്പോൾ സൈനബയ്ക്ക് നിരാശയായി. അപ്പോൾ സമദ് വീണ്ടും പറഞ്ഞു, ഇത്രയും നേരമായില്ലേ, ഞങ്ങളുടെ കൂടെ വന്നതിന് 2000 രൂപ തരാം. മുക്കം വഴിയായിരുന്നു മടക്കയാത്രയുടെ പ്ലാൻ. സമദ് പോലീസിനോട് തന്റെ കുറ്റസമ്മതമൊഴിയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. സമയം 5:30. അരീക്കോട് ഭാഗം. കാറ് അരീക്കോട് ഭാഗത്തെത്തി. ഞാൻ സൈനബയ്ക്കൊപ്പം പിൻസീറ്റിൽ തന്നെയാണ് അപ്പോഴും. സമദ് ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലേക്ക് കടക്കുകയാണ്. കാറ് മുക്കമെത്തുന്നതിന് തൊട്ടു മുൻപുള്ള ഭാഗത്തെത്തി. പെട്ടെന്നാണ് സമദ് വശത്തേക്ക് തിരിഞ്ഞ് സൈനബയുടെ കഴുത്തിലും തലയിലുമായി ചുറ്റിയിരുന്ന ഷോൾ കയ്യിലേക്കെടുത്തത്. ഒരൊറ്റ നിമിഷം അയാൾ ആ ഷോൾ കൊണ്ട് സൈനബയുടെ കഴുത്തിനു ചുറ്റും ഒരു കുടുക്ക് തീർത്തു. ഷോളിന്റെ ഒരു തല കാർ ഡ്രൈവ് ചെയ്തിരുന്ന സുലൈമാന്റെ കയ്യിലേക്ക് കൊടുത്തു. അയാൾ അത് ആഞ്ഞു വലിച്ചു. സൈനബ ശ്വാസം കിട്ടാതെ പതുക്കെ സമദിന്റെ മടിയിലേക്ക് ചാഞ്ഞു വീണു. ആ കിടപ്പിൽ അവർ രണ്ടുപേരും ആ ഷോൾ മുറുക്കി വലിച്ചുകൊണ്ടേയിരുന്നു. ഒരു തലപ്പ് സമദിന്റെ കയ്യിൽ, മറ്റേ തലപ്പ് സുലൈമാന്റെ കയ്യിൽ. അപ്പോഴും സുലൈമാൻ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരുന്നു. സൈനബ ശ്വാസം കിട്ടാതെ പിടഞ്ഞു പിടഞ്ഞ് മരണത്തിലേക്ക് പോവുകയായിരുന്നു. സൈനബയുടെ ശ്വാസം നിലയ്ക്കും വരെ ആ കൊലയാളികൾ ഇരുവരും കൈ അയച്ചതേയില്ല. സൈനബ മരിച്ചിരിക്കുന്നു. സമദ് തന്റെ മടിയിൽ തല പൂഴ്ത്തിക്കിടക്കുന്ന സ്ത്രീയുടെ കഴുത്തിൽ കൈവച്ചു നോക്കി. അനക്കമില്ല. ശ്വാസത്തിന്റെ ചെറുമിടിപ്പ് പോലും നിലച്ചിരിക്കുന്നു. സുലൈമാൻ അപ്പോൾ തന്നെ കാർ തിരിച്ചു വഴിക്കടവ് ഭാഗത്തേക്ക് ഓടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും സമദ് സൈനബയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പദ്ധതിയുടെ ആദ്യഘട്ടം, പ്രധാന ഘട്ടം പൂർത്തിയായി. സമദ് ഒന്ന് അനങ്ങിയിരുന്നു. ഇനി പദ്ധതിയുടെ രണ്ടാം പകുതി. വിശ്വസിച്ച സുഹൃത്ത്, എല്ലാറ്റിനും ഒപ്പമുണ്ടായിരുന്ന പങ്കാളി, ഒടുവിൽ ആ പങ്കാളിയെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. പണമുണ്ടാക്കാനുള്ള അയാളുടെ ഈ മാർഗത്തിൽ ഈ കൊലപാതകം എന്തിന്? സൈനബ ഇനി ഉപകാരമില്ലാത്ത ആളാണോ അയാൾക്ക്? സൈനബയെ ഇങ്ങനെ അരുംകൊല ചെയ്യാൻ തക്ക എന്ത് നേട്ടമാണ് അയാൾക്കായി കാത്തിരിക്കുന്നത്? ആ കാർ അപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടത്തിനിടെ സമദ് തന്റെ പ്ലാനിന്റെ അടുത്ത നീക്കം ആരംഭിച്ചു. അയാൾ സൈനബയുടെ 2 കൈകളും നിവർത്തി സ്വർണവളകൾ ഊരിയെടുത്തു. ഊരിയ വളകൾ അയാൾ പോക്കറ്റിലാക്കി. കാതിൽ കമ്മലുകളുണ്ട്. അത് കാതുകളിൽ നിന്ന് പറിച്ചെടുത്തു. അതും പോക്കറ്റിലാക്കി. കാതുകൾ മുറിഞ്ഞു. അപ്പോഴും ശരീരത്തിന് ചൂടാറിയിട്ടില്ല. ജീവൻ നഷ്ടപ്പെട്ടിട്ട് അധിക നേരമായില്ല. കാതുകൾ മുറിഞ്ഞതിൽ നിന്നും രക്തമൊഴുകി. അയാളുടെ മടിയിലായിരുന്നു അപ്പോഴും സൈനബയുടെ തലഭാഗം. അയാളുടെ മുണ്ടിലേക്ക് രക്തം പടർന്നു. ആഭരണങ്ങളെല്ലാം കൈക്കലാക്കി. അപ്പോഴേക്കും കാറു നിർത്തി സുലൈമാനും ഒപ്പം ചേർന്നു. ഒരു ബാഗുണ്ട് സൈനബയ്ക്ക്. സുലൈമാൻ അതും പരതി.
അതിൽ കുറച്ചധികം നോട്ടുകൾ. പണമായി സൈനബ കയ്യിൽ കരുതിയത് 3.25 ലക്ഷം രൂപ. വളയും മാലയും കഴുത്തിലെ കമ്മലുമൊക്കെ ചേർത്ത് ശരീരത്തിൽ അണിഞ്ഞിരുന്നത് 17 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ. കയ്യിൽ കിട്ടിയ പണ്ടവും പണവും സുരക്ഷിതമാക്കി കാറ് വീണ്ടും സുലൈമാൻ ഡ്രൈവ് ചെയ്തു തുടങ്ങി. നാടുകാണിച്ചുരം റോഡ്. സമയം വൈകുന്നേരം 7:30. മുക്കം വഴിക്കടവ് നാടുകാണിച്ചുരം റോഡിലൂടെ ആ കാറ് വീണ്ടും നീങ്ങിത്തുടങ്ങി. സൈനബയുടെ ചേതനേറ്റ ശരീരം, ആഭരണവും പണവും സുരക്ഷിതമായി വെച്ച സമദും സുലൈമാനും കാർ ചുരം കയറിക്കൊണ്ടേയിരുന്നു. നാടുകാണിച്ചുരം. സമയം രാത്രി 8 മണി. ചുരത്തിൽ ആളൊഴിഞ്ഞ ഭാഗം. കാറ് നിർത്തി അവർ ഇരുവരും പുറത്തിറങ്ങി. ആരും വരുന്നില്ല എന്നുറപ്പുവരുത്തി. കാറിന്റെ പിൻഡോർ തുറന്ന സൈനബയുടെ ശരീരം വലിച്ചു പുറത്തിട്ടു. ഒതുക്കിയിട്ട് ഒന്നുകൂടി നോക്കി. ആരും വരുന്നില്ല. അവർ രണ്ടുപേരും കൂടി ആ ശരീരം താഴേക്ക് വലിച്ചെറിഞ്ഞു. ശരീരം താഴേക്ക് പതിക്കുന്നത് ഇരുട്ടത്താണെങ്കിലും അവർ ഉറപ്പുവരുത്തി. കയ്യിൽ കുറെ പണം വന്നിട്ടുണ്ട്. സൈനബ ഈ താഴ്ചയിൽ അലിഞ്ഞില്ലാതാകും. തങ്ങൾ സുരക്ഷിതരായി എന്ന വിശ്വാസത്തിൽ അവർ വീണ്ടും കാർ എടുത്തു. സമദിന് ഇത് പെട്ടെന്ന് തോന്നിയ ഐഡിയ അല്ല. അയാൾ പണമുണ്ടാക്കാൻ എന്തും ചെയ്യുന്ന അധമനാണ്. പെണ്ണുകുട്ടി കൊടുക്കുന്ന പിമ്പാകും, പിടിച്ചുപറിക്കും, മോഷണം നടത്തും. അയാൾ പണമുണ്ടാക്കാനായി എന്ത് വൃത്തികേടും ചെയ്യും. ഒടുവിൽ ഈ കൊലപാതകത്തിന് അയാൾ നല്ല മുന്നൊരുക്കം തന്നെ നടത്തിയിരുന്നു. സൈനബ എപ്പോഴും സ്വർണ്ണാഭരണം ധരിച്ചാണ് നടക്കാറ്. കൂടെ കൂടിയിട്ട് വർഷം 10ആയി. കയ്യിൽ പണമുള്ളതും അറിയാം. അത് കൈക്കലാക്കണം. ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഒരാൾ കൂടി വേണം. സുലൈമാൻ എന്ന പേരും മുഖവും അപ്പോഴാണ് ഓർമ്മ വന്നത്. ഗൂഡല്ലൂർക്കാരനായ സുലൈമാൻ. സമദിന് സ്വന്തമായി ടാക്സിക്കാർ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവറായിരുന്നു ഈ സുലൈമാൻ. സൈനുൽ ആബിദ് എന്ന സുലൈമാൻ. വയസ്സ് 40. ഓവാലി, പെരിയ നഗർ, ഗൂഡല്ലൂർ, തമിഴ്നാട്. ഇടയ്ക്ക് സുലൈമാനും സമദും ഒത്തുചേരാറുണ്ട്. അപ്പോഴൊക്കെ അവരുടെ സംസാര വിഷയം പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ തന്നെ. പണത്തിനായി എന്ത് വൃത്തികേടിനും സുലൈമാനും തയ്യാറാണെന്ന് സമദ് മനസ്സിലാക്കി. അപ്പോൾ പിന്നെ തന്റെ ഈ നിഷ്ഠൂരമായ കൊലപാതക പദ്ധതിക്കും കൂട്ടാളിയാകാൻ പറ്റിയത് മറ്റാരുമല്ല, സുലൈമാൻ. ആ പേര് ഉറപ്പിച്ചു. നവംബർ 6 തിരൂർ. സുലൈമാൻ തിരൂർ ആശുപത്രിക്കടുത്തെത്തി. സമദിന്റെ നിർദ്ദേശത്തിലാണ് സുലൈമാൻ എത്തിയത്. സമയം രാവിലെ 10 മണി. ഫോൺ വിളിച്ച് സമദിനോട് താൻ എത്തിയ കാര്യം അറിയിച്ചു. സമദ് വൈകാതെ സ്ഥലത്തെത്തി. ആശുപത്രിക്കടുത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. ഇരുവരും ചേർന്ന് വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി. സൈനബയെ വിളിക്കാനും കൊല്ലാനും അവർ ഇടമുറിയാതെ സമയക്രമം നിശ്ചയിച്ചു. പിറ്റേ ദിവസം പ്ലാൻ അനുസരിച്ചുള്ള ടൈം ലൈൻ കൃത്യമായി നടന്നു. സമദ് പ്ലാൻ ചെയ്ത സൈനബയുമൊത്തുള്ള അവസാന ആനന്ദ വിശ്രമം ഒഴികെയുള്ള എല്ലാം നടന്നു. നാടുകാണിച്ചുരം. സമയം രാത്രി 8 മണി. ആ കാർ അവിടെ നിന്ന് വീണ്ടും ചലിച്ചു തുടങ്ങി. സൈനബയെ ചുരത്തിൽ നിന്ന് താഴേക്കെറിഞ്ഞിട്ട് അവർ മടങ്ങുകയാണ്. നാടുകാണിച്ചുരത്തിൽ നിന്ന് നേരെ ഗൂഡല്ലൂരിലേക്ക്. അവിടെ സുലൈമാൻ താമസിക്കുന്ന സ്ഥലമാണ് ലക്ഷ്യം. അവിടെ ഒരു ചെറിയ മുറിയിലാണ് സുലൈമാന്റെ താമസം. സമദിന്റെ മുണ്ടിൽ ചോര പടർന്നിട്ടുണ്ട്. അത് മാറ്റണം. ആദ്യം വെള്ളം ഉപയോഗിച്ച് മുണ്ട് കഴുകി കറ പോകാത്ത ഭാഗം മുറിച്ചു കളഞ്ഞു. ബാക്കി ഉടുത്തുകൊണ്ട് ഇരുവരും പുറത്തിറങ്ങി. അടുത്തുള്ള ഒരു കടയിൽ പോയി ഒരു മുണ്ടും ബനിയനും വാങ്ങി. തിരികെ വന്ന് രണ്ടുപേരും വസ്ത്രം മാറി. അന്ന് ആ മുറിയിൽ തന്നെ തങ്ങാനായിരുന്നു പ്ലാൻ. പിറ്റേന്നു പകൽ അപഹരിച്ചെടുത്ത പണം അവർ രണ്ടായി വീതിച്ചു. സ്വർണം സമദ് തന്നെ കൈവശം വെച്ചു. വാടകയ്ക്കെടുത്ത കാറ് രക്തം പിടിച്ചിട്ടുണ്ടാകും. തെളിവുകളൊന്നും അവശേഷിക്കരുത്. സുലൈമാൻ തന്നെ കാറ് അടുത്തുള്ളൊരു സർവീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. കഴുകി വൃത്തിയാക്കി. പണം അപഹരിച്ച ശേഷമുള്ള സൈനബയുടെ കാലിയായ ബാഗ്, ഫോൺ, രക്തം പുരണ്ട സമദിന്റെ വസ്ത്രങ്ങൾ,
എല്ലാം അവശേഷിക്കുന്ന തെളിവുകളാണ്. അക്കാര്യം സുലൈമാൻ ഏറ്റു. സുലൈമാൻ തന്നെ അതൊക്കെ ചുരുട്ടിക്കെട്ടി കൊണ്ടുപോയി. കത്തിക്കാനെന്ന് പറഞ്ഞാണ് അയാൾ അത് കൊണ്ടുപോയത്. കുറച്ചു നേരത്തിനകം അയാൾ തിരികെ എത്തി. ഇത്തവണ ഞെട്ടിയത് സമദാണ്. സുലൈമാൻ, ഒരു സഹായിയായി കൂടെ നടന്ന സുലൈമാൻ സമദിനെ ശരിക്കും ഞെട്ടിച്ചു. പോലീസിനോടുള്ള സമദിന്റെ കുറ്റസമ്മതമൊഴിക്കിടെയാണ് സുലൈമാന്റെ മറ്റൊരു നീക്കത്തെക്കുറിച്ച് സമദ് പറഞ്ഞത്. തെളിവുകൾ കത്തിക്കാമെന്ന് പറഞ്ഞു പോയതാണ് സുലൈമാൻ. കുറെ ആളുകളുമായാണ് അയാൾ മടങ്ങിയെത്തിയത്. ഒരു ചെറിയ സംഘം. സുലൈമാനും സംഘവും കൂടി സമദിനെ കീഴ്പ്പെടുത്തി. അധികം പ്രതിരോധിക്കാൻ സമദ് നിന്നില്ല. അത് അയാളുടെ, സുലൈമാന്റെ സ്ഥലമാണ്. തനിക്ക് ചെറുത്തു നിൽക്കാനാവില്ല. സ്വർണമായിരുന്നു സുലൈമാന്റെ ലക്ഷ്യം. സുലൈമാൻ അതും അപഹരിച്ചു കടന്നു. ഈ മൊഴി പക്ഷേ പോലീസ് അപ്പാടെ വിശ്വസിച്ചില്ല. ഇനി സുലൈമാനാണ് പോലീസിന്റെ ലക്ഷ്യം. 2023 നവംബർ 13 തിങ്കളാഴ്ച. അന്ന് രാവിലെ മുതൽ തന്നെ കസ്റ്റഡിയിലുള്ള പ്രതി സമദുമായുള്ള തെളിവെടുപ്പ് പോലീസ് ആരംഭിച്ചു. ഉച്ചയോടെ നാടുകാണിച്ചുരത്തിലെ 9-ാം വളവിന് താഴെ കൊക്കയിൽ നിന്ന് സൈനബയുടെ മൃതദേഹം കണ്ടെടുത്തു. പ്രതി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നടത്തിയ വിശദമായ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സൈനബയുടെ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. കൊലപാതകം നടന്ന് 6 ദിവസത്തോളം അപ്പോൾ കഴിഞ്ഞിരുന്നു. ശാസ്ത്രീയ പരിശോധനകളില്ലാതെ മൃതദേഹം തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. സൈനബ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ തിരിച്ചറിയൽ അടയാളങ്ങളായി. പ്രതികളിൽ സുലൈമാനെ ലക്ഷ്യമിട്ട് പോലീസ് നടത്തിയ നീക്കം കേരളം കടന്ന് തമിഴ്നാട്ടിലേക്കെത്തി. കസബ സ്റ്റേഷൻ ഇൻസ്പെക്ടർ SB കൈലാസ്നാഥിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് സുലൈമാനെ തേടി കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടത്. സൈനബയെ കൊലപ്പെടുത്തി നാടുകാണിച്ചുരത്തിൽ തള്ളിയ കേസിൽ സമദിനൊപ്പം കൂട്ടുപ്രതിയായ ഗൂഡല്ലൂർ സ്വദേശി സുലൈമാൻ ഒടുവിൽ പോലീസ് പിടിയിലായി. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. ആദ്യം പോലീസ് കോയമ്പത്തൂരിലെത്തിയിരുന്നു. പക്ഷെ പോലീസ് നീക്കം മണത്തറിഞ്ഞ സുലൈമാൻ അവിടെ നിന്ന് മുങ്ങി. സേലത്തെത്തിയ പ്രതിയെ ഒടുവിൽ സൈബർ സെല്ലിന്റെയും സേലം പോലീസിന്റെയും സഹായത്തോടെ പൂട്ടി. കേസിൽ സമദും സുലൈമാനും 1ഉം 2ഉം പ്രതികൾ. കൊലപാതകം, ആസൂത്രണം, തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളാണ് ഇരുവർക്കും ചുമത്തിയത്. 3ഉം 4ഉം പ്രതികൾ ഗൂഡല്ലൂർ തുണ്ടത്തിൽ സ്വദേശി ശരത്ത് വയസ്സ് 28, വയനാട് വെള്ളാരംകുന്ന് സ്വദേശി നിയാസ് എന്നിവരാണ്. ഈ കഥയിൽ ഇതുവരെയില്ലാത്ത ഇവർക്കെതിരെയുള്ളത് കൊലക്കുറ്റമല്ല. മോഷ്ടിച്ച സ്വർണം ഉപയോഗിച്ചു, അവ വിൽക്കാൻ സഹായിച്ചു. ഇതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. 4ാം പ്രതി നിയാസിന്റെ സുഹൃത്ത് നജിമുദ്ദീനെ ഇനി പിടികൂടാനുണ്ട്. തെളിവുകൾ എല്ലാമുണ്ട്. ചുരത്തിൽ നിന്ന സൈനബയുടെ മൃതദേഹം, പിന്നെ സ്വർണ്ണാഭരണങ്ങൾ, ബാഗ്, കാർ, ഫോൺ വിവരങ്ങൾ, CDR, തെളിവുകളും തൊണ്ടിമുതലുകളും സമഗ്രം. ആർക്കും ആരുടെയും ജീവനെടുക്കാനുള്ള അവകാശമില്ല. പക്ഷേ ഒന്നോർക്കുക, നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ജീവന്റെയും കവചം. ജീവിതം എത്ര ശക്തമാണോ, എത്ര സുരക്ഷിതമാണോ, അത്രയുമേ ജീവനുമുണ്ടാകൂ. ഗ്രീക്ക് ജീവിത ദർശനമാണ് സ്റ്റോയിസിസം. അത് പറയുന്നത് ജീവൻ എന്നത് പ്രകൃതി നൽകുന്നതാണ്, എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. എന്നാൽ ജീവിതമെന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിലൂടെ നീങ്ങുന്നതാണ്. ജീവന്റെ ദൈർഘ്യം, അതായത് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് അല്ല, ജീവിതത്തിന്റെ ഗുണമേന്മ, ക്വാളിറ്റി ഓഫ് ലിവിംഗ് ആണ് പ്രധാനം. നന്നായി ജീവിക്കുക എന്നതിലാണ് ജീവന്റെ പൂർണ്ണത. സൈനബയുടെ ജീവൻ എടുത്തത് സമദാണ്. പക്ഷേ അത് നഷ്ടപ്പെടുത്തിയത് സൈനബ തന്നെയാണ്. നാളെ വീണ്ടും കാണാം മറ്റൊരു കേസുമായി.